ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തമ്മിൽ തന്നെ ജീവനുള്ളവർ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. ജീവന്റെ ശബ്ദം കേൾക്കുക, ജീവന്റെ ശബ്ദം കേൾക്കുക. പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ ഈ വിശുദ്ധ ദിനങ്ങളിൽ യേശുക്രിസ്തുവിലൂടെ ജീവന്റെ ശബ്ദം നമ്മെ തേടിയെത്തുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു എന്ന് യേശു പറയുന്നു. ഈ മരണം ശാരീരിക മരണം മാത്രമല്ല, ആത്മീയ മരണത്തെയും സൂചിപ്പിക്കുന്നു. പാപത്തിന്റെ ബന്ധനങ്ങളിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അവസ്ഥയാണ് ആത്മീയ മരണം. നോമ്പിന്റെ കാലയളവിൽ നമ്മുടെ ആത്മാവിനെ പരിശോധിക്കുവാൻ ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. നാം ദൈവത്തിൽ നിന്ന് അകന്നാണോ ജീവിക്കുന്നത്? പാപത്തിന്റെ ഇരുട്ടിൽ തപ്പിത്തടയുകയാണോ? എങ്കിൽ യേശുവിൻ്റെ ശബ്ദം നമ്മെ തേടി വരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ നാം ജീവിക്കും. യേശു പറയുന്നു, കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. ഈ വാക്യം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശൂന്യതകളെയും പ്രതീക്ഷകളില്ലായ്മയും സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കല്ലറകളിൽ നിന്ന് യേശുവിൻ്റെ ശബ്ദം നമ്മെ വിളിക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുനരുദ്ധാനം സംഭവിക്കുന്നു. നന്മ ചെയ്തവർ ജീവന്റെ പുനരുദ്ധാനത്തിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ പുനരുദ്ധാനത്തിനും പുറത്തു വരും എന്ന് യേശു പറയുന്നു. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിധികളെ നിർണ്ണയിക്കുന്നു. നമ്മളെ ദൈവത്തെ സ്നേഹിക്കുകയും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ജീവന്റെ പാതയിലാണ് എന്ന് പറയാം. എന്നാൽ പാപത്തിൽ ജീവിക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ നാം ശിക്ഷാവിധിയുടെ പാതയിലാണ് എന്ന് ഓർക്കുകയും വേണം. ഈ നോമ്പുകാലത്ത് നമുക്ക് യേശുവിൻ്റെ ശബ്ദം ശ്രദ്ധയോടെ കേൾക്കാം. പാപത്തിൻ്റെ കല്ലറകളിൽ നിന്ന് പുറത്തു വരാം. സ്നേഹത്തിൻ്റെയും നീതിയുടെയും പാതയിൽ നടക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.